ജനിസമയം സ്ഥിതിയില്ല, ജന്മിയന്യക്ഷണമതിലില്ല. ഇതിരിപ്പത് എപ്രകാരം? ഹനനവുമിങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ല, ഇത് ചിത്പ്രഭാവമെല്ലാം. ഗംഭീര ശ്ലോകം പറയുന്നു. നല്ല തമാശയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണമതിലില്ല, ഇതിരിപ്പതെപ്രകാരം? ചോദ്യമാണ്. ജനിസമയം, ജനിക്കുന്ന വേളയിൽ, ഓരോരുത്തർ ജനിക്കുന്ന സമയത്ത് സ്ഥിതിയില്ല. ഇതിനൊരു സ്ഥിതി എന്നത് ഇല്ല. സ്ഥിതി ഇല്ല എന്ന് പറയുമ്പം ഒന്നും തന്നെ ഇവിടെ ആരോപിക്കാൻ പറ്റാത്തതാണ്. പിന്നീട് ഇതിലുണ്ടാകുന്ന പല ആരോപണങ്ങളുണ്ട്. ആൺകുട്ടി, പെൺകുട്ടി, ഇത് രണ്ടും അല്ലാത്ത കുട്ടി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ്. പിന്നീട് ഓരോരോ ആരോപണങ്ങൾ. ജന്മി, ഇനി ജന്മി എന്നുള്ള ഭാവം ജനിക്കുമ്പോണ്ടോ അവൻ? അതും ഇല്ല എന്ന് പറയാം. ഇല്ല പറയണു. അന്യക്ഷണം അതിലില്ല. ജനിക്കുന്ന സമയത്തല്ലാതെ ജന്മിക്ക് നിലനിൽപ്പില്ല. അപ്പൊ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കരനാണ്. ഇവൻ കാതിനെന്തോ ഒരു ലക്ഷണമുണ്ട്. അത് കണ്ടാൽ ഇയാൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ആണ്. എന്തായാലും രാജാവ് ഇങ്ങനെ ഈ മന്ത്രി അന്വേഷണമായിട്ട് അങ്ങനെ പോയ സമയത്ത് ഇവൻ ഒരു ചായക്കടയിൽ നിന്നിട്ട് ചായ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു ചായ തരുമോ, ഒരു ചായ തരുമോ, കടന്നു പോയിക്കോളാൻ പറഞ്ഞു അവനോട്. അങ്ങനെ ഈ കാഴ്ച കണ്ടിട്ടാണ് മന്ത്രി വരുന്നത്. മന്ത്രി അവനെ വിളിച്ചു. മന്ത്രി മൊത്തത്തിലൊരു പരിശോധന നടത്തി. മന്ത്രിക്ക് ബോധ്യം വന്നു. മന്ത്രി അവനോട് പറഞ്ഞു, നീ രാജകുമാരനാണ്, നിനക്കറിയോ, നീ വികൃതി കാണിച്ച് അച്ഛനെ തലവേദനയാക്കിയപ്പോൾ അച്ഛൻ രാജ്യത്ത് നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പം അച്ഛൻ രോഗശയ്യയിലാണ്. അച്ഛൻ നിന്നെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇന്നു മുതൽ രാജാവാണ്. അപ്പം അവൻ ഉടനെ പറഞ്ഞത് എന്താണെന്നറിയോ? ആരെവിടെ ചായക്കടക്കാരനെ ബന്ധനസ്ഥനാക്കി നാം കൊട്ടാരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പം രാജാവ് ഇവനിൽ കയറി എന്ന് പറയും. ഇതുപോലെ നമ്മളിലൊരു ആവേശം കണ്ട് കയറണം. ഇത് ഞാൻ ഈ പാമരനല്ല, വിഡ്ഢിയല്ല, ഇതല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ആ പരിപാടി വരാൻ ജനി സമയത്ത് നമ്മളിൽ ഇങ്ങനത്തെ സംഗതികളൊന്നുമില്ലാത്തതാണ്. പിന്നെയാണ് ഇതൊക്കെ വന്ന് കയറിക്കൂടുന്നത്. ജന്മി അന്യക്ഷണമതിലില്ല. ജനിക്കുന്ന സമയത്തല്ലാതെ ജന്മിക്കിതിൽ നിലനിൽപ്പില്ല. ഇതിരിപ്പത് എപ്രകാരം? ഒരേ സമയത്ത് ഉണ്മയും ഇല്ലായ്മയും ഇരിക്കുന്നത് എങ്ങനെയാണ്? ഒന്നിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യമാണ്. ഹനനവും ഇങ്ങനെ തന്നെ. ഹനനം, ഹനിക്കുക, അതായത് ജനിക്കുന്നത് പോലെ തന്നെയാണ് മരിക്കുന്നത്. ഹനനം കൊല്ലൽ എന്നാണ്. അതുപോലെ തന്നെയാണ് മരണം എന്ന് പറയാം. ആകയാലേ ഇതിങ്ങനെയാണ് എന്നുള്ളതിനാൽ ജനനവുമില്ല, മരണവുമില്ല. അപ്പൊ ജനിമൃതി മൃത്യോ വൈ പ്രമാദ എന്ന് മഹാഭാരതം സനത് കുമാരൻ പറയും. മൃത്യു തെറ്റിദ്ധാരണയാണ് കുട്ടി. കഠോപനിഷത്തിൽ നചികേതസിനോട് യമധർമ്മൻ നചികേതസിനോട് പറഞ്ഞു, മൃത്യുസ്യ ഉപസേചനം. മൃത്യു കുട്ടി അച്ചാറാണ് തൊട്ടുകൂട്ടാനുള്ളത് എന്ന് പറഞ്ഞാൽ ആസ്വാദന വസ്തുവാണ് മൃത്യു. അച്ചാർ ആരും പ്രധാന കറിയായിട്ട് ഉപയോഗിക്കാറില്ല. തൊട്ട് നക്കുക ചെയ്യുക എന്നതുപോലെ ആസ്വദിക്കാനുള്ള, വിചാരം ചെയ്യാനുള്ള ഒരു രസം തരുന്ന ഒരു വസ്തുവാണ് മൃത്യു. മൃത്യു പ്രമാദമാണ്, തെറ്റിദ്ധാരണയാണ്. മൃത്യുവായി പ്രമാദ. ഗുരുവും അത് തന്നെ പറയുന്നു. ആകയാലേ ഹനനവും ഇങ്ങനെ തന്നെ, കൊല്ലലും അല്ലെങ്കിൽ മരണവും ജനനവും ഇല്ലാത്തതാണ്. ഇതെല്ലാം ചിത് പ്രഭാവം. ഇതെല്ലാം തന്നെ ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് അതെല്ലാം തന്നെ ചിത് പ്രഭാവം, അറിവിൻ്റെ മഹാത്ഭുതം. അറിവിൽ പ്രകടമായിട്ടുള്ളതാണ് ഇതെല്ലാം. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതിവ മൂന്നിനുമെങ്ങുമില്ലിതോർത്താൽ ക്ഷതി മുതലായവ ഗീരുമാത്രമാകും. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തുവാഴും ഗതിവ മൂന്നിനുമെങ്ങുമില്ലിതോർത്താൽ ക്ഷതി മുതലായവ ഗീരുമാത്രമാകും. ഗതി പോലെ വിരോധിയായ സൃഷ്ടി,
സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടി സ്ഥിതിലയം. സ്ഥിതി ഗതി. സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ സ്ഥായിയായ ഭാവം. അതുപോലെ തന്നെ ഗതി. ഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോക്ക്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും, അതുകൊണ്ടാണ് ജഗത് എന്ന് പറയുന്നത്. ജഗത് എന്ന് പറയാൻ കാരണം എന്താ? ജായതേ, ഗച്ഛതി, തിഷ്ഠതി. ഉണ്ടായി, നിലനിന്ന്, തിരോധാനം ചെയ്യപ്പെടുന്നത്, ഇല്ലാതെയാകുന്നത്. ഇത് മൂന്നും തോന്നലാണെന്നാണ്. എന്തായാലും ഇവിടെ പറയുന്നു, സ്ഥിതിഗതി പോലെ വിരോധിയായ ഒന്നും ഉണ്ടായി, അതുപോലെ തന്നെ അത് ഇല്ലാതെയാകുന്നത്, അതുപോലെ അത് എന്താ പറയുക, അചലമായി നിലകൊള്ളുന്നതും ചലനത്തിന് വിധേയമാകുന്നതും. ഇങ്ങനെ വിരോധിയായ എന്തൊക്കെ ദ്വന്ദ്വങ്ങളുണ്ടോ, എന്തൊക്കെ ഭേദങ്ങളുണ്ടോ, അതിനെല്ലാറ്റിനെയും കൂടെ ഇവിടെ സ്ഥിതിഗതി പോലെ എന്ന് നമുക്ക് കാണാം. സൃഷ്ടി സ്ഥിതി ലയം തുടർന്ന് പറയുന്നു. സൃഷ്ടി ഉണ്ടാകൽ, അതുപോലെ സ്ഥിതി നിലനിൽപ്പ്, ലയം അതിൻ്റെ വിലയനം. അപ്പോൾ പ്രപഞ്ചത്തിന് ഇങ്ങനെ പല ഭാവങ്ങളുണ്ട്. ഉപനിഷത്ത് പറയുന്നു അത് ഇളകുന്നു, അത് ഇളകുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഈ ഭാവങ്ങളെ. എങ്ങൊരു ദിക്കിലൊത്തുവാഴും ഇവ മൂന്നിനും. എങ്ങൊരു ദിക്കിൽ, എവിടെയാണ്, എങ്ങനെയാണ് ഇതെല്ലാം തന്നെ ഒരേ സ്ഥലത്ത് കേന്ദ്രീകൃതമായി നിലകൊള്ളുന്നത്? ഏതൊക്കെ? ഈ ഭേദങ്ങളെല്ലാം, ഈ ഭിന്നങ്ങളെല്ലാം എങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കും? ഒത്തുവാഴും. അതുകൊണ്ട് ഇവ മൂന്നിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് നമ്മുടെ ഗോഡ് എന്നുള്ള സങ്കല്പം. നമുക്ക് ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഓർത്ത് വയ്ക്കുന്നതെന്നല്ല. ജി ഫോർ ജനറേറ്റർ, ഒ ഓർഗനൈസർ, ഡി ഡിസ്ട്രോയർ. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡിസ്ട്രോയ് ചെയ്യുന്നതും, ഇതിൻ്റെ മൂന്ന് സങ്കല്പങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശൻ. ഇതിൽ നിന്നാണ് ഈശ്വരൻ എന്ന സങ്കല്പം പാശ്ചാത്യ ലോകവും സ്വീകരിച്ചത്. ഇത് വെറുതെ നമ്മുടെ ഇതിനു വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ്റെ മൂന്ന് പ്രകടനങ്ങളാണ്. ഈ പ്രകൃതിയെ അത് ഉണ്ടാക്കി നിലനിർത്തി ഇല്ലാതെയാക്കുന്നത്. അതിൻ്റെ നാഥനാണ് സൂര്യൻ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് സൂര്യനെ നമസവിത്രേ ജഗദേകചക്ഷുഷേ ജഗത് പ്രസൂതി സ്ഥിതി നാശഹേതവേ ത്രൈമയായ ത്രിഗുണാത്മധാരിണേ വിരിഞ്ചി നാരായണ ശങ്കരാത്മനെ എന്ന് പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാര ലയങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശനായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറയും. അപ്പോൾ ഇവിടെയും ഇതെങ്ങനെ ഒത്തുവാഴും ഇവ മൂന്നിനും? ഈ മൂന്നും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ എങ്ങനെയാണത് ഒന്നിച്ചിരിക്കുന്നത്? ഗതി എങ്ങുമില്ല ഇതോർത്താൽ. അപ്പം ഇതിനെക്കുറിച്ച് ഓർക്കുന്നു എന്നിരിക്കട്ടെ, ഇതിനെക്കുറിച്ച് നാം വിചാരം ചെയ്യുന്നുവെങ്കിൽ, സ്വതന്ത്രമായ വിചാരത്തിന് നാം ഈ പ്രപഞ്ചത്തെ വിധേയമാക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഇതൊക്കെയാണ്. ഇതിനെന്തില്ല? ഗതി എങ്ങുമില്ല ഇതോർത്താൽ. ഇങ്ങനെ ഒരു സ്വതന്ത്രമായ ചിന്തയ്ക്ക്, പരിചിന്തയ്ക്ക് വഴിവെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊന്നിനും വേറിട്ട അസ്തിത്വമില്ല. പ്രത്യേകിച്ചൊരു അസ്തിത്വം എന്ന് ഏതിനെങ്കിലും ഒന്നിന് അവകാശപ്പെടാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ കാര്യത്തിൽ തന്നെ അങ്ങനെയല്ലേ? അതെ, നമ്മുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. ക്ഷിതി മുതലായ ഭൂമി, ആകാശം, വായു, അഗ്നി, ഇതെല്ലാം തന്നെ ഗുരു ഇവിടെ പറയാണ് ഗീരു മാത്രം. ഗീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക്. അപ്പം ഇതെല്ലാം തന്നെ നാമങ്ങളെ കൊണ്ട് വ്യവഹരിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും വാസ്തവത്തിൽ ഇതിൻ്റെ നിലനിൽപ്പെന്നത് വാക്കുകളിൽ മാത്രം, ശബ്ദങ്ങളിൽ മാത്രം. അപ്പം ശബ്ദമാണ് ഇതിന് ഉണ്മ നൽകിയിരിക്കുന്നത്. ശബ്ദത്തിൽ ഇതിനെന്തുണ്ട്? ഉണ്മയുണ്ട്. അപ്പം ഈ നാമത്തെ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്തില്ല? ഉണ്മയില്ല എന്ന് പറയുമ്പം അതിൻ്റെ ശരിയായ ഭാവം നമുക്ക് പ്രകടമായി കിട്ടും. പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹ പരമായൊരു കൂറിദന്തയാലേ വികസിതമാമിതു ഭോഗ്യ വിശ്വമാകും. പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം, പ്രകൃതി പിരിഞ്ഞ്,
പ്രകൃതി എന്ന് പറയുമ്പം യാതൊരു സത്യമാണോ പലതായി പിരിഞ്ഞത്, ആ ആത്മ, എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറയുന്നതല്ല, നമ്മുടെ ആചാര്യന്മാർ ചില പേരിട്ടിട്ടുണ്ട് അതിന്. ആത്മാവെന്ന്, ബോധമെന്ന്, ബ്രഹ്മമെന്ന്, സത്തെന്ന്, സത്യമെന്ന്, ചിത്തെന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പിരിഞ്ഞ്, അപ്പം ആ സദ്വസ്തുവായ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ അത് പിരിഞ്ഞ് പലതായി, ഒരു കൂറ്, അതിൻ്റെ ഒരു പങ്ക്, ഒരു ഭാഗം ഭോക്തൃരൂപം, ഭോഗം, അനുഭവം, അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം, ഭോക്തൃരൂപം. പിന്നെയോ ഒരു കൂറ് ഇതെന്തയാലേ, അതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? ഇത് എന്നത്, ഇതെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടം, ഇത് ഗുരു മുൻപ് അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ്. ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നാം വ്യവഹരിക്കുന്നത്. ഇഹപരമാം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരങ്ങളായിട്ടുള്ള ഇവിടെ അവിടെ ഇങ്ങനെ അകത്ത് പുറത്ത് ദൂരെ അടുത്ത് എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങൾ സകലവുമായി, സകലം ഒന്നൊഴിയാതെ എല്ലാമായി വെളിയെ സമുല്ലസിക്കും. ഇതെല്ലാം തന്നെ ഒരു ബാഹ്യലോകം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുന്നു. ഇതാണ് ബാഹ്യലോകം. ഈ ബാഹ്യലോകത്തിൽ ഇത്തരത്തിലുള്ള ദ്വന്ദ്വങ്ങളും ഭിന്നങ്ങളായിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഉല്ലസിക്കുന്നു പറയുന്നു. ഇത് വികസിതമാം ഭോഗ്യവിശ്വമാകും. ഇത് വികസിതമാർന്ന, ഇത് പൂർണ്ണതയെ പ്രാപിച്ച, അതാണ് വിഭൂതി എന്നൊക്കെ പറയുന്നത്. ഇതാണ് എന്താണ് നമുക്ക് അനുഭവിക്കാനുള്ള വിശ്വം എന്ന് പറയുന്നത് ആയിരിക്കുന്നത്. ഇതാണ് ഈ പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വൃക്ഷമായും മറ്റുമായും ഒക്കെ വൃക്ഷത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നുണ്ട്. ഊർധ്വമൂലോ അവാക്ഷാഖ എന്ന് ഘടോപനിഷത്തിൽ പറയും. അശ്വത്ഥ വൃക്ഷമായിട്ട് ഭഗവത്ഗീതയിൽ പറയും. വൃക്ഷത്തിൻ്റെ രൂപത്തിൽ അത് ഈ സംസാരമാകുന്ന ഈ പ്രപഞ്ചം തന്നെ അതിൻ്റെ തളിര്, കൊമ്പ്, വേര് ഇത്യാദികളാകുന്നത് എല്ലാം അങ്ങനെ പടർന്നു നിൽക്കുക. ഇതിങ്ങനെ ഈ വിശ്വമാകുന്ന വൃക്ഷം പടർന്നു നിൽക്കുക. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിലിരുന്ന് അതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം. ഇവിടെ എന്താണ് വേണ്ടത്? അരണി കടഞ്ഞെഴും അഗ്നി പോലെ. അരണി കടഞ്ഞ്, അരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മരത്തിൻ്റെ കഷ്ണങ്ങളാണ്. ഒരു ഉരല് പോലെ ഉണ്ടാവും അടിയിൽ, പിന്നെ മുകളിൽ മരത്തിൻ്റെ ഒരു കടയാനുള്ള ഒരു ആണി എന്ന് പറഞ്ഞാൽ ഒരു മരക്കമ്പ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് കടയും. അതിൽ കടയുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ നേർമ പുല്ലുകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് കടയുന്നതെങ്കിൽ അതിൽ തീ പിടിക്കും, അഗ്നി. അങ്ങനെ യാഗത്തിനും മറ്റും അഗ്നി ജ്വലിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അരണി കടഞ്ഞിട്ടാണ്. ഇങ്ങനെ ഈ അരണി കടയുന്ന പ്രക്രിയ ഉപനിഷത്തിലും മറ്റും ഉദാഹരിക്കുന്നുണ്ട്. നമ്മളോട് അരണിയായി തീരാൻ പറയുന്നുണ്ട്. ഉത്തരാരണി, ദക്ഷിണാരണി, മുകളിലുള്ള അരണി, താഴെയുള്ള അരണി. ഈ രണ്ടരണിയിൽ നിന്ന് കടയുമ്പോഴുള്ള അഗ്നിയുണ്ട്. ആ അഗ്നി ജ്ഞാനാഗ്നിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായുന്നവരിൽ ഈ അഗ്നി എവിടെയാണ്? ഈ അഗ്നി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ അരണി കടയുന്ന ഉദാഹരണം ഇവിടെ പറഞ്ഞത് വളരെ 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 ആലോചിക്കേണ്ട ഒന്നാണ്. സാമാന്യമായിട്ട് വെറുതെ പറഞ്ഞു പോയതല്ല. അപ്പം ഇതിൽ ഈ രണ്ട് മരത്തിൻ്റെ കഷ്ണത്തിൽ ഇതിങ്ങനെ കടയുന്ന സമയത്ത് അഗ്നി എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അഗ്നി ആ മരക്കഷ്ണത്തിലുണ്ട്. അഗ്നി അതിൽ നിഹിതമാണ്, അന്തർലീനമാണ്, അതിൽ അവ്യക്തമാണ്. അഗ്നി പ്രകടമാകേണ്ട ഒരു സന്ദർഭത്തിൽ അത് പ്രകടമാകും. അങ്ങനെ പ്രകടമാക്കിക്കുക എന്നുള്ളതാണ് ഈ ആളുടെ ജോലി, കടയുക എന്നുള്ളത്. അപ്പം അത് ഉള്ളിലുണ്ട്. അഗ്നി പുറത്തുനിന്ന് വരുന്നതല്ല, മറിച്ച് അഗ്നി അവിടെ സന്നിഹിതമാണ്. ഇത്തരത്തിലുള്ള ഒരു അഗ്നി കടയലാണ് സാധന. അതുകൊണ്ടാണ് തപസ് എന്ന് പറയുന്നത്. തപിപ്പിക്കുക, ചൂടാക്കണം, ഇതിനെ കത്തണം. എന്തിനാണ് ഇതിനെ കത്തിക്കുന്നത്? കുറേ അനാവശ്യമായിട്ടുള്ളത് ദഹിച്ച് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗുരു പറയുന്നത്
അഗ്നി പോലെ ആരായുന്നവരിൽ ആരാണ് ആരായുന്നത്? അഗ്നിയെ കടഞ്ഞെടുക്കുന്നത് പോലെ സത്യത്തെ ആരായുന്നു. ആരായുന്നു? ആരാണോ സത്യാന്വേഷണം നടത്തുന്നത് അവരെ അത് പറയുന്നു അതിരറ്റെഴും വിവേകം. അതെങ്ങനെയാണ്? അതിനൊരു അതിരുണ്ടോ? ഇല്ല എന്ന് പറയാം. അതിരില്ലാത്ത അനന്തമായ ആ അറിവ്, ജ്ഞാനപ്രകാശം അങ്ങോട്ട് ഉദിക്കുകയായി. പരമചിദംബരമാർന്ന ആ പരമമായിട്ടുള്ള പര എന്ന് പറയുമ്പോൾ ദേശം, കാലം, വസ്തു, ഈ 3 പരിമിതികളെ അതിവർത്തിക്കുന്നതിനെയാണ് പര എന്ന് പറയുന്നത്. പരമചിദംബരമാർന്ന ആ ചിദാകാശത്തിൽ പൂർണ്ണമായി വിലസുന്ന, നിറഞ്ഞു നിൽക്കുന്ന, ഭാനുവായി സൂര്യനായി നിന്നെരിയും എന്ന് പറയുമ്പം അതങ്ങനെ പ്രകാശിക്കുന്നു, ജ്വലിക്കുന്നു എന്ന് പറയാം. അതിന് ഇരയായിടുന്നു സർവം. സർവകർമാണി ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. അറിവാകുന്ന അഗ്നിയിൽ അല്ലയോ അർജുന എല്ലാ കർമ്മങ്ങളും ഭസ്മമായി തീരുന്നു. ഇവിടെ ഗുരു പറയാണ് അതിന് ഇരയായിടുന്നു സർവം. ആർക്ക്? ആ അഗ്നിയിലേക്കുള്ള ഇരയായിത്തീരുന്നു എല്ലാം. ആ ജ്ഞാനാഗ്നിയിൽ ഇതെല്ലാം വന്നു എന്നിരിക്കട്ടെ, പിന്നെ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം ആ അറിവിൽ നിറഞ്ഞു നിൽക്കുന്നു. അറിവാകുന്ന അഗ്നിയിൽ അല്ലയോ അർജുന എല്ലാ കർമ്മങ്ങളും ഭസ്മമായി തീരുന്നു. ഇവിടെ ഗുരു പറയാണ് അതിന് ഇരയായിടുന്നു സർവം. ആർക്ക്? ആ അഗ്നിയിലേക്കുള്ള ഇരയായിത്തീരുന്നു എല്ലാം. ആ ജ്ഞാനാഗ്നിയിൽ ഇതെല്ലാം വന്നു എന്നിരിക്കട്ടെ, പിന്നെ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാം ആ അറിവിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ എല്ലാ അതിരുകളും ഇവിടെ പറയുന്നത് അതാണ്. എന്താ പറയുന്നത്? അതിരറ്റെഴും വിവേകം. പിന്നെ അതിരുകളില്ല. അതിരുകളെ അതിവർത്തിച്ചിട്ടുള്ള ഒരറിവാണ് അവിടെ പ്രത്യേകം അതിരുകളില്ല. ഈ അതിരുകൾ മുറിക്കുമ്പോഴാണ് എല്ലാ അതിരുകളെയും അതിവർത്തിച്ചുള്ള സാഹോദര്യം ജനിക്കുന്നത്. ആ സാഹോദര്യത്തിലേക്കാണ് ഗുരു നമ്മളെ ക്ഷണിക്കുന്നതും അതായിത്തീരാൻ വേണ്ടി. ഉടയുമിരിക്കുമുദിക്കുമൊന്നു മാറിത്തുടരും ഇതിങ്ങുടലിൻ സ്വഭാവമാകും. മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാവിടരറും ഒന്നിതു നിർവികാരമാകും. ായിട്ടുള്ള ആത്മസത്യത്തെ കാണിക്കുന്നു. ഉടയും നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ഉടയും, വീണ് ഉടയും. ഉടയുക എന്ന് പറഞ്ഞാൽ നശിക്കും. ഇരിക്കും, അത് നിലനിൽക്കും. അപ്പം നശിക്കുന്നതും നിലനിൽക്കുന്നതുമായിട്ടുള്ള, അതുപോലെ ഉദിക്കും എന്ന് പറയുമ്പോൾ ജനിക്കുക. ഇവിടെ പറയണു ഒന്ന് മാറി തുടരും, രൂപം മാറി മറ്റൊന്നാകും. പിന്നെയോ ഇത് ഇങ്ങുടലിൽ സ്വഭാവമാകും. ഇത് ഈ ശരീരത്തിൻ്റെ സ്വഭാവമാണ്. വേദാന്തത്തിൽ പറയണു ഗുരു, ഉപനിഷത്തിൽ ശരീരത്തിന് പല വിധത്തിലുള്ള പരിണാമങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ പരിണാമങ്ങൾ? അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി. ഏതത് ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. ഇത് തന്നെയാണ് ഗുരു ഇവിടെ പറയുന്നത്. അതുണ്ടായി നിലനിന്ന് വളർന്ന് വികസിച്ച് പെരുകി ക്ഷയിച്ച് ഇല്ലാതെയാകുന്നു. അതിനെന്താ നല്ല ശുദ്ധ മലയാളത്തിൽ? ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും. ഇത് നശിച്ച് സ്ഥിതി ചെയ്ത് ജനിച്ച് രൂപം മാറി വേറൊരു രൂപമായി, കുട്ടിയായി, യുവാവായി, ഇങ്ങനെ അവസ്ഥാഭേദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്തു. ഇത് ഇങ്ങുടലിൽ, ഇവിടെ ഈ ശരീരത്തിൻ്റെ തലത്തിൽ ഇതെന്താണ്? ഇത് ശരീരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വരൂപത്തിലെ സ്വഭാവമാണ് ഈ പരിണാമങ്ങൾ. അതുകൊണ്ട് ഈ പരിണാമത്തിൽ ദുഃഖിക്കേണ്ട. നമുക്കൊക്കെ ഈ പരിണാമത്തിൽ തന്നെ ദുഃഖമുണ്ട് എന്ന് പറയും. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മുടിയിലിരുന്ന് ഇതിനൊക്കെ അതീതമായി നിലകൊണ്ട് ആത്മാ മൂന്നും അറിയുന്നു. അപ്പം ഇതിനതീതമായ
ഈ അവസ്ഥാന്തരങ്ങൾക്കെല്ലാം തന്നെ സാക്ഷിയായിക്കൊണ്ടാണ് ആത്മാവ് വർത്തിക്കുന്നത്. ആത്മാ മൂന്നും അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയെയും സ്ഥിതിയെയും ലയത്തെയും, ഇതിൻ്റെ ഉണ്മയെയും, ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉണ്മയും അതുപോലെ ഇതിൻ്റെ ജനിക്കലിനെയും ഇതിൻ്റെ അഭാവത്തെയും തിരോധാനത്തെയും ആത്മാ അറിയുന്നു. ഇടരറും ഒന്നിത് നിർവികാരമാകും. ഇടരറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറുതി വന്നിട്ടുള്ള, ഏതിൻ്റെ അറുതി? ദുഃഖത്തിൻ്റെ സന്താപത്തിൻ്റെയൊക്കെ അത് അറ്റുപോയിട്ടുള്ള, അവസാനിച്ചിട്ടുള്ള ഒന്നിത്. ഇതെന്താണ്? ഇതൊന്നാണ്. ഏത്? ആത്മാ. അതുകൊണ്ട് തന്നെ നിർവികാരമാകും. ഇത് വികാരങ്ങൾക്ക് വിധേയമല്ലാത്തതാണ്. ഇതിൽ വികാരങ്ങളൊന്നുമില്ല. ഇതിൽ പ്രത്യേകിച്ച് വികാരങ്ങൾ ഒന്നും ഇല്ലാത്തതാണ്. എല്ലാ ദ്വൈതങ്ങളും ദ്വന്ദ്വങ്ങളും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചിന്മയാനന്ദ സ്വാമികൾ ഗീത പറയുമ്പോൾ ഗീതയ്ക്ക് ആമുഖമായി പറയുന്ന ഒരു കഥയുണ്ട്. ഈ ഒരു കുട്ടിയുടെ കഥ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ വേറൊരു രൂപം. അതെന്താണെന്നാണെങ്കിൽ കുറച്ചൊരു അനുസരണക്കേടുള്ള കുട്ടിയെ അച്ഛൻ കുറച്ച് നേരം എന്താ പറയുക, അവനെ ഒന്ന് അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ കുറച്ച് വികൃതി, അനുസരണക്കേടല്ല, തെറ്റ്, ക്ഷമിക്കണം, വികൃതിയുണ്ട്. ആ വികൃതി കളിക്കുന്നവനെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി അച്ഛൻ കൊടുക്കുന്ന ഒരു പണിയാണ്. അച്ഛൻ അവനെ വിളിച്ചിട്ട് ഒരു മാഗസിൻ കൊടുക്കും. ആ മാഗസിനിലൊരു വേൾഡ് മാപ്പിൻ്റെ മാഗസിനായിരുന്നു. ആ മാഗസിൻ കൊടുത്തിട്ട് അവനോട് പറയും, മോനെ ഇത് വേൾഡ് മാപ്പാണ്, നീ കണ്ടോ? അവന് മനസ്സിലായി. എന്നിട്ട് കത്രി കൊണ്ട് അച്ഛൻ അതിനെ തലങ്ങും വിലങ്ങും കീറി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് സെല്ലോ ടൈപ്പും കൊടുത്തിട്ട് പറഞ്ഞു, ഈ വേൾഡ് മാപ്പ് പഴയതുപോലെ ആക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛൻ കരുതിയത് അവന് ഇതിൽ കുറച്ച് പരിജ്ഞാനം വരും. ആഫ്രിക്ക എവിടെയാണ്, ഉഗാണ്ട എവിടെയാണ്, ഓസ്ട്രേലിയ എവിടെയാണ്, ഇന്ത്യ എവിടെയാണ്, ഏഷ്യൻ രാജ്യങ്ങൾ, ഈ അമേരിക്കൻ ഐക്യനാടുകൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ അവന്. എവിടെ ഓരോന്നിനെ ഒട്ടിച്ച് വെക്കണം അവന് കൊടുത്തു എന്നാണ്. പക്ഷേ ഇവൻ വളരെ പെട്ടെന്ന് തന്നെ അത് നേരെയാക്കി അച്ഛന് കൊടുത്തു എന്നാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് അവന് എല്ലാം യഥാസ്ഥാനത്ത് തന്നെ ശരിയാക്കി. അച്ഛൻ നോക്കിയ സമയത്ത് കൃത്യം. അച്ഛന് വളരെ സന്തോഷം തോന്നി. ഏതായാലും ഇവന് ജോഗ്രഫിയിലൊക്കെ നല്ല ഒരു പരിജ്ഞാനമുണ്ട്. അവനോട് ചോദിക്കുകയും ചെയ്തു, ആരാ നിൻ്റെ ജോഗ്രഫി ടീച്ചർ? പറഞ്ഞു, ഏറ്റവും ബോറൻ സബ്ജക്റ്റാണ് അച്ഛൻ. പിന്നെ നിനക്കിതൊക്കെ വളരെ നന്നായിട്ട്. അച്ഛൻ നോക്കിയ സമയത്ത് നമ്മുടെ ഈ ചെറിയ എന്താ പറയുക, ഈ ഇവിടുന്ന് അടുത്ത് കാണുന്ന നമ്മുടെ ലക്ഷദ്വീപുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സ്പോട്ടായിട്ടാണുള്ളത്. അതൊക്കെ അതുവരെ കറക്റ്റാണ്. ഒന്ന് സ്ഥാനം തെറ്റണ്ടേ? ഒന്നുമില്ല. അപ്പോൾ അച്ഛൻ അവനോട് ചോദിച്ചു, ഇതെങ്ങനെ നിനക്ക് ഇത്ര നന്നായി സാധിച്ചു? ആ പറഞ്ഞു, അച്ഛൻ ഇത് വെരി സിമ്പിളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടെന്ന് പറയും. ഈ മാപ്പിന് വേറൊരു സൈഡ് ഉണ്ട്, അവിടെ അമിതാഭ് ബച്ചനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ ആ മൊത്തത്തിലുള്ള രൂപം ഒന്ന് ശരിയാക്കിയപ്പം ലോകം ശരിയായി. ഒരു തമാശയാണെങ്കിലും സ്വാമിജി തുടർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലോകത്തിനും ഒരു മറുപുറമുണ്ട്. ഗുരു ഇവിടെ പറയുന്ന അതാണ്, ലോകത്തിൻ്റെ മറുപുറം നമ്മളാണ്. ഈ വൈവിധ്യങ്ങളെ ചിന്ന ഭിന്നമായതിനെ നേരെയാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നേരെയാക്കാനുള്ള ഒറ്റ സാധനം നമ്മളാണ്. നമ്മളിങ്ങോട്ട് സാമ്യപ്പെട്ടാൽ, അതായത് നമ്മുടെ പ്രതിരൂപമാണ് ലോകം. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെയാണ്. ഒരു വശത്ത് ഞാൻ നിൽക്കുന്നു, മറുവശത്ത് ലോകം നിൽക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ നേരെയാക്കാൻ ഞാൻ നേരെയാവുക എന്നുള്ള പ്രക്രിയ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതോടുകൂടി ലോകം നേരെയാവും. എല്ലാ എന്താ പറയുക, ഭേദങ്ങളും ഇവിടെയാണ് അസ്തമിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ ഭേദങ്ങളുടെ അസ്തമനം അത് എന്നിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, എന്താണ് ആ ഒന്നിന്, അത് നിർവികാരമാണ്. അത് വികാര വിചാരങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്ന ഒരു ഭാവമല്ല അതിന്. അത് ശുദ്ധ ചൈതന്യമാണ്, അത് ഏകമാണ്. അതിനെ അറിയുന്നതോടുകൂടി നമ്മുടെ ഈ ദ്വന്ദ്വങ്ങളെല്ലാം അകലുന്നു.